നേരമായി നിൽക്കുന്നേ? കോളേജിൽ നിന്ന് ലേറ്റ് ആയി ഇവിടെ, അതാ. 3 വർഷമായിട്ട് ഇതേ സമയത്ത് ഞാൻ ഇവിടെ കാത്തുക്കുന്നല്ലേ. പക്ഷെ ഇന്ന് കുറച്ച് കൂടിപ്പോയി. 3 വർഷമായില്ലേ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട്? അപ്പൊ 3 വർഷമായി പിന്നെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്കും ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കും കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടില്ലേ. സത്യം പറഞ്ഞാൽ ഈ നാട്ടില് ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്ക് ആരും പരിചയമില്ല. ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നിങ്ങളെയാണല്ലോ. അപ്പൊ കോളേജ് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, കഴിയാനായി. ശരിക്കും നിങ്ങളൊക്കെ പിരിയുന്നതിൽ ഒരു വിഷമമുണ്ട്. എവിടെ പോയാലും നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. വർഷം എത്ര പെട്ടെന്നാലേ പോയി. ഇനി നമ്മൾ കാണില്ല അല്ലേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ നാട്ടിൽ പോയാലും എപ്പെങ്കിലും ഒക്കെ വരുമ്പോ കാണാലോ. ഇനി ഒരാഴ്ചയും കൂടി ക്ലാസ് ഉണ്ട്. എനിക്ക് ഇതിന്റെ അടുത്തൊരു കാര്യം പറയാൻ. ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നതാ. എടോ, നിന്നെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അയ്യോ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഇങ്ങനെയൊന്നും പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ ഈ നഗരത്തിൽ വന്നപ്പോ എനിക്ക് ആരും ഇല്ലാത്ത സമയത്ത് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പരിചയപ്പെട്ടത്, ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ. പക്ഷെ എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒരു പ്രണയത്തിലേക്കൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇങ്ങനൊന്നും എന്നോട് പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ നിങ്ങളെ കണ്ടിട്ടില്ല. എനിക്കെന്നും നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രം. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അത് സാരല്ല. എന്റെ മനസ്സിലുള്ള ഒരു ഭാരം ഒഴിഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിരുന്നു. നമ്മൾ തമ്മിലുള്ള ഈ കൂട്ട് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ വേണം തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഇഷ്ടമല്ല. നിന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോൾ എന്റെ മനസ്സ് എപ്പോഴും ഹാപ്പിയാ. ആരും ഇല്ലാത്ത എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാ. അത് വിട്ടേ, നീ വിഷമിക്കണ്ട. ഞാനങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു, നിന്റെ മനസ്സിലുള്ളത് നീ പറഞ്ഞു. ഒരു ഭാരം ഒഴിഞ്ഞിട്ടേ എന്തോ ഒരു ആശ്വാസം. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. സന്ധ്യയായി. ഞാൻ നിന്നെ ഹോസ്റ്റലിലാക്കാം.